ഹായ് ഗൈസ്, ഈ രാത്രി ഞാൻ ചേട്ടനും കൂടി പോകേണ്ട പിടിക്കാൻ അറിയും. നമ്മൾ ആറാട്ടുപുഴ പൂരം കാണാൻ വേണ്ടി പോവാണ്. അതിന് തലേ ദിവസം ഉണ്ടാ ഇതായ കാണുന്നതാണ് ഗോപുരം. നമ്മളാ വലിയ റോട്ടുള്ളത് എന്താ പറയുക വഴിയാണ് കേട്ടാ. അപ്പൊ നമ്മൾ ആ വഴി കൂടെ പോകുമ്പോൾ ട്യൂബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരാളെയും കാണാനില്ല. എന്താണാവോ? അപ്പോഴാണ് ആന വരുന്ന കണ്ടിട്ട് ഏത് ആനാണാവോ. അങ്ങനെ ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കാഴ്ച എല്ലാ വീടിന്റെ മുകളിലും ഇതേപോലെ മാല ബൾബ് ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്ത കാരണേ. അങ്ങനെ നമ്മൾ നേരെ പോകുമ്പോൾ തോറും അറ്റത്തും തോറും നമുക്ക് ഇതേപോലെ ബൈക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ മനസ്സിലായി ആൾക്കാർ വന്നിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ പോകുമ്പോ എല്ലാ പൂരപ്പറമ്പിലുള്ള ഐറ്റംസ് നുറുക്കും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഞങ്ങൾ അവസാനം വണ്ടി അവിടെ വെച്ചിട്ട് അടുത്തുള്ള ഗോപുരം കാണാനിട്ട് നിന്നുട്ടാ. അപ്പോഴാണ് ഇങ്ങനെ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് കേട്ടാ നമുക്ക് ഒരു കാര്യം പിടികിട്ടിയത്. വേറെ ഒന്നല്ല, അറ്റത്ത് കണ്ട വെടിക്കെട്ടിനുള്ള സെറ്റപ്പ് ചെയ്തേക്ക് കണ്ട. അത് കാണാനുള്ള ആൾക്കാരുണ്ട് ഈ നിൽക്കുന്നത് കണ്ട. അവിടെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് തുടങ്ങിയിട്ട് നമ്മൾ വന്ന നേരം അടിപൊളി നേരം ഇറങ്ങിട്ടാ. അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇത്. തലവസ്ഥയായിട്ട വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ആ വെടിക്കെട്ടൊക്കെ കണ്ടതിന് ശേഷം അപ്പൊ തന്നെ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആ വെടിക്കെട്ട് കാണാൻ വന്ന ആൾക്കാരുണ്ട് ഇത്രയധികം. കാരണം അടിപൊളി വെടിക്കെട്ട് തന്നെയായിരുന്നു. അങ്ങനെ നേരെ ആൾക്കാർ വന്ന വരെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മൾ ആ ഗോപുരത്തിന്റെ ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ, അതായത് ആ ലൈറ്റിന്റെ ഒരു ഭംഗി കാണാൻ പറ്റിയത്. നല്ല രസമായിട്ടുണ്ട്. ആ ഗോപുരം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവര്. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നവരും കൊണ്ടും ആൾക്കാർ പോകേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ കപ്പലാണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ ബാക്കിൽ ഞാൻ തിന്നുന്നതിന്റെ ബാക്കിലുണ്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോയിട്ട് വന്നാൽ അമ്പലത്തിന്റെ അവിടേക്കൊന്ന് പോകാന്ന് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോഴാണ് സ്ഥിരമായിട്ട് നമ്മളൊക്കെ പൂരപ്പറമ്പിൽ കാണുന്ന ഈ ഒരു ഐറ്റം കാണുന്നത്. ഈ സാധനം ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് വർക്കായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വർക്കായതിനെ ജസ്റ്റ് പറയട്ടാ. എനിക്ക് വർക്കാവാത്തത് എന്റെ പ്രശ്നമാവട്ടാ. അപ്പോഴാണ് നമ്മുടെ രാമരാജാവിന്റെ വരവ്, അതായത് നമ്മുടെ തെച്ചിക്കോട്ട് രാമന്റെ വരവിട്ട. അതുകൊണ്ട് നമ്മൾ ഫാൻ ബേസ് പിള്ളേർ ഫോട്ടോ എടുക്കാനായിട്ട് കൂട്ടം കൂടി നിന്നു. അപ്പൊ തന്നെ അവിടെ വീണ്ടും ബ്ലോക്ക് ആയിട്ട് ആൾക്കാർക്ക് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ആ ബ്ലോക്കിൽ കൂടെ ഞെങ്ങിഞ്ഞെരിങ്ങിട്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നത്. അങ്ങനെ നേരെ അങ്ങോട്ട് കിടന്നപ്പോഴാണ് കുറച്ച് ഐറ്റംസ് കണ്ടത്. നമ്മൾ പൂരപ്പറമ്പ് സ്ഥിരം കാണുന്ന വിൽക്കണ ഓരോ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിട്ടേ നേരെ എത്തിയത് അടിക്കാൻ നമ്മൾ ഗോപുരത്തിന്റെ അടിക്കേട്ട. അപ്പൊ ഗോപുരത്തിന്റെ അടിയിൽ നിന്ന് ജസ്റ്റ് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ നേരം കൂടി ചേട്ടന്റെ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോയി. അങ്ങനെ എനിക്കുള്ള ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട് ചേട്ടന്റെ ഐസ്ക്രീം തിന്നിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ എനിക്കുള്ള ഐസ്ക്രീം കിട്ടിയിട്ടാ. ഈ ഐസ്ക്രീം തിന്നിട്ട് അങ്ങനെ നേരെ നടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഈ ഒരു ഐറ്റം കാണുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായി ജസ്റ്റ് കമൻറ്റ് പറയണേ. അങ്ങനെ പെട്ടെന്ന് മഴ വന്നിട്ട് കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നിട്ട് പാടത്തൂടെ. പാടത്ത് നിറച്ചും ചെളിയാണ്. അങ്ങനെ ഒരു കൂടാരം കിട്ടി അതിൻ്റെ മുകളിൽ ഒരു കുറച്ചേരം നിന്നിട്ട്, കാരണം നല്ല മഴയുണ്ട് പുറത്ത്. അങ്ങനെ ഐസ്ക്രീം തിന്ന നേരം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മഴ നൈസായിട്ടുണ്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങി. നമ്മൾ റോട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങനെ മഴ കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.